തെലങ്കാനയിലെ നാഗർകുർണൂലിൽ ടണലിൽ അകപ്പെട്ട 8 പേരുടെ അതിജീവന സാധ്യത മങ്ങുന്നു. അപകടം നടന്ന് 70 മണിക്കൂർ പിന്നിട്ടിട്ടും ടണലിൽ അകപ്പെട്ടവരുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയവും സാധ്യമായിട്ടില്ല. തുരങ്കത്തിനുള്ളിലുള്ളവരെ കണ്ടെത്താൻ സ്നിഫർ നായ്ക്കൾ എത്തിച്ചെങ്കിലും വെള്ളത്തിന്റെ സാന്നിധ്യം കാരണം മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. മണ്ണിടിഞ്ഞ് വീണ്ടും ദുരന്തമുണ്ടാകാൻ സാധ്യതയെന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചേക്കും. കുടുങ്ങിക്കിടക്കുന്നവരുമായി ആശയവിനിമയം നടത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് നാഗർകുർണൂൽ ജില്ലാ കളക്ടർ ബി സന്തോഷ് അറിയിച്ചു. അവസാന 40-50 മീറ്ററിലേക്ക് പോകുവാൻ കഴിയുന്നില്ലെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും മറ്റ് ചില ആളുകളുടെയും ഉപദേശങ്ങൾ തേടുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്നവരുടെ 1/2 കിലോമീറ്റർ അടുത്തുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്താനായെങ്കിലും ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതിനാൽ മുന്നോട്ട് നീങ്ങാനായില്ല. 2023 ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തിയ റാറ്റ് മൈനേഴ്സ് സംഘത്തെയും എത്തിച്ചിട്ടുണ്ട്. പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെ ജീവനോടെ പുറത്തെത്തിക്കുവാനുള്ള സാധ്യത അതിവിദൂരമാണെന്ന് തെലങ്കാന മന്ത്രി ജുപ്പള്ളി കൃഷ്ണറാവു തുറന്നു പറഞ്ഞു. 2 എഞ്ചിനീയർമാർ, 2 മെഷീൻ ഓപ്പറേറ്റർമാർ, 4 തൊഴിലാളികൾ എന്നിവരാണ് തുരങ്കമുഖത്ത് നിന്ന് ഏകദേശം 14 കിലോമീറ്ററിനുള്ളിൽ കുടുങ്ങിയത്. ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ജാർഖണ്ഡ് സ്വദേശികളാണിവർ. 25 അടി കനത്തിൽ ചെളി നിറഞ്ഞ തുരങ്കത്തിൽ എത്തണമെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ 4 ദിവസമെങ്കിലും വേണം. 2 ദിവസത്തിലേറെയായി കുടുങ്ങിക്കിടക്കുന്നവരുമായി ആശയവിനിമയം നടത്തുവാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. സൈന്യം, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവയ്ക്കൊപ്പം വിവിധ ഏജൻസികളും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. 2 മന്ത്രിമാരും മേൽനോട്ടം വഹിക്കുന്നു.